ഈ ഒരു ബൗളിൽ എന്താണെന്നറിഞ്ഞാൽ ഇനി മുതൽ ഹോസ്റ്റലേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ അമ്മമാരോട് ചോദിച്ച് മേടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കേടാവുമെന്ന പേടിയും വേണ്ട. അപ്പോൾ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 4 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 4 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 3 വലിയ കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതും ചേർത്ത് ഇനി ഒരു 8-10 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, നാരങ്ങ വലുപ്പത്തിന് പുളിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം നന്നായി ഇളക്കി മൂപ്പിച്ച് ഈ ഒരു പരുവത്തിലാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ എണ്ണ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക്, ഒരു പിടി കറിവേപ്പില, ഇനി അരച്ച് വെച്ച് ചമ്മന്തിക്കൂട്ടും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും ചേർത്ത് ഇനി കുറച്ച് നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചെറു തീയിൽ ഇളക്കി യോജിപ്പിച്ച് കളറൊക്കെ ഒന്ന് മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായ പാനിൽ നിന്ന് ഇങ്ങനെ ഒറ്റ കട്ടയായിട്ടൊന്ന് വിട്ടു വരുന്ന പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചോറിനോടൊപ്പം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇതൊരു സൂപ്പർ സൈഡാണ്. ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ 1 മാസത്തോളം ഇത് കേടാവാതെ ഇരിക്കും. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 1 മാസം പോയിട്ട് ഒരാഴ്ച ഇരിക്കും എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.